വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അച്ഛൻ ചെയ്യുന്ന കുറച്ച് കൃഷികളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്താ എന്നൊക്കെ അറിയാനായിട്ട് പറമ്പിലേക്കൊന്ന് വന്നതാണ്. അപ്പോൾ ഒരു ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇവിടെ എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അമ്മേ എന്താ ഇവിടെ? ഞാന് ചായ കൊണ്ട് വന്നതാണ്. അപ്പൊ ഇത്തിരി അച്ഛൻ്റെ കൂടെ നിൽക്കാന്ന് വെച്ചു. അപ്പൊ നമുക്ക് അച്ഛനൊന്നും ഉണ്ടല്ലോ. അച്ഛൻ ഇതുവരെ എന്റെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ അച്ഛൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ നമുക്ക് എന്തൊക്കെയാണ് കൃഷി ചെയ്യാന്ന് വെച്ചാ? ഇവിടെ വാഴ, പച്ചക്കറികള് ആണ് മെയിനായിട്ട്. വാഴ, പച്ചക്കറികള്, പിന്നെ ക്യാമറ, തെങ്ങ്, ജാതി, കൊക്കോ എല്ലാം ഉണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ കോവൽ കൃഷിയുണ്ട്. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ കൃഷികളൊക്കെ ഒന്ന് ചുറ്റിറങ്ങാം. ഇവിടെ എന്താ വെച്ചാ അപ്പൊ ഇന്ന് ഭാഗ്യത്തിന് അച്ഛന് ഇവിടെ കിട്ടി. അല്ലെങ്കിൽ അച്ഛൻ കടയിലൊക്കെ ആവാറ്. ഇപ്പൊ കുറച്ച് സമയം കിട്ടിയെന്ന് ഒരു മുടക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നേന്ത്രക്കൊലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പാലൊക്കെ ഇട്ടുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനായിട്ട്. അച്ഛനോട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഇവിടെ എന്തൊക്കെ വെള്ളമാണ് ചേട്ടനെ? ഇവിടെ നമ്മള് സാധാരണയായിട്ട് നമ്മൾ ഇടുന്നത് ഈ ജൈവവളമാണ് ഇടുന്നത്. ജൈവവളം എന്ന് പറയുമ്പോ ഒന്ന് കോഴിവളം. കോഴിവളത്തിന്റെ കൂടെ നമ്മള് ഒരു 6 മാസം മുമ്പ് കോഴിവളം ശേഖരിച്ചിട്ട് അതില് ചാണകം, അതുപോലെ തന്നെ എല്ലുപൊടി, പിന്നെ വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്ത് 6 മാസം മുമ്പ് തന്നെ ഇടും. അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ അത് എടുക്കുമ്പോൾ ശരിക്കും പൊടിയോ ആയിട്ട് വരും. ജൈവവളം എന്ന് പറഞ്ഞിട്ട് പാക്കറ്റുകളിലും ചാക്കുകളിലൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാധനം തന്നെ വളരെ ചെലവാകുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് മെയിനായിട്ട് ഈ എല്ലാ സസ്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് ജീവാമൃതം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീട്ടിൽ നാടൻ പശുണ്ട്, മണിക്കുട്ടി എന്ന് പറഞ്ഞ പശുണ്ട്. നമ്മള് കാണിച്ചു തരും അവിടെ. അപ്പൊ ആ മണിക്കുട്ടിയുടെ ഒരു ദിവസത്തെ ചാണകം ഏകദേശം ഒരു 20 കിലോത്തോളം വരും. അത് 5 കിലോ കപ്പലണ്ടി പിണ്ണാക്ക്, ഒരു 3 കിലോ വേപ്പും പിണ്ണാക്ക്, അതുപോലെ പാളയും കുടമ്പഴം, 2 കിലോ ശർക്കരയുടെ പൊടി, പിന്നെ ഒരു വാരല് പുതിയ മണ്ണ്. പുതിയ മണ്ണ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും, ചുറ്റുമണ്ണ് പോലത്തെ പുതിയ മണ്ണ്. അത്രയും സാധനങ്ങൾ കൂടിയിട്ട് നമ്മള് ഇതുപോലെയുള്ള ടിന്നുകളിലാണ് ഇതുപോലെയുള്ള ടിന്നുകളിൽ കലക്കി വെക്കും. കലക്കി വെച്ചിട്ട് അത് ഡെയിലി നമ്മൾ ഒരു 5 ദിവസത്തോളം ഇളക്കണം. അത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ ദിവസം മുതൽ അത് നമ്മൾ അതിൽ നിന്ന് 1 ലിറ്റർ വളം എടുക്കുമ്പോൾ 1 ലിറ്റർ ആ ദ്രാവകം എടുത്തിട്ട് നമ്മൾ അതിൽ 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒന്നെങ്കിൽ കടക്കി ഒഴിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ തെളിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പൊ അവലംബിച്ചുകൊണ്ട് വരുന്നത്. അത് ഞാനിപ്പോ നേന്ത്രവാഴയ്ക്കൊക്കെ ഒരു 15 ദിവസം ഇടവിട്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. മറ്റു വൃക്ഷവിളകൾക്കൊക്കെ ഒരേ മാസത്തില് ഒരേ തവണ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ പരമാവധി ജൈവവളം തന്നെയാണ് ഇതിൽ അധികം ഭാഗം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കീടനാശിനി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ വേപ്പെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങൾ, സോപ്പ് എന്നൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ചീര പോലെയുള്ള സാധനങ്ങളൊന്നും കീടനാശിനികളൊന്നും തന്നെ അപ്പൊ അത് ഇന്നിപ്പോ നമ്മൾ സ്യൂഡോമോണാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കലക്കി ഒഴിച്ചതിന് ശേഷം നമ്മൾ നടാറ്. ചീരത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് പ്രത്യേകിച്ച് കാണാൻ പറ്റും. അപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കിയൊന്നും ചുറ്റിടന്ന് കാണാം. അപ്പൊ അമ്മ പോവാ? ഞാൻ പോവാണ്. പണിക്കാർക്ക് ചായ കൊണ്ടുവന്ന് ചിലപ്പോ ചോറ് കൊടുക്കണം. പണിക്കാർക്ക് ഇതാണ് അപ്പുച്ചേട്ടൻ. അപ്പൊ അച്ഛനൊക്കെ സഹായിക്കാൻ നിൽക്കാണ് ഇവിടെ. അപ്പൊ അച്ഛൻ ഇവിടെ ഓരോ പണികൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരും. അച്ഛൻ ഇങ്ങനെ വെട്ടണേ? ഇത് വെട്ടുന്നത് ഇത് നമ്മള് ഈ വാഴ വെട്ടിട്ട് ഈ അടയ്ക്കാൻ തെങ്ങിന്റെ തടസ്സൊക്കെ ഇടുവല്ലോ. അതിന്റെ കടത്തിന് പോവാറുണ്ട്. സഹായിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് അച്ഛന്റെ കൂടെ സഞ്ചരിക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാലോ. പയറ് തറച്ചു കൊടുക്കും.
ഇത് പയറുണ്ടായി തുടങ്ങിയോ? ഓക്കെ. ഓ, പാലപ്പഴത്തിൽ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ നോക്കട്ടെ. ഓക്കെ, നമ്മൾ വഴുതനയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. ആ, ഓക്കെ ഓക്കെ. വെണ്ടയ്ക്കും ചീരയും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് പച്ചമുളക് ഉണ്ടായിട്ടുണ്ടോ അത്? ആ, ഓക്കെ. ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ടാവാറുണ്ട്. ഇതിലൊക്കെ നിറച്ച് മീനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. അടുത്ത് കട്ട്ല, റോഹു ഇതൊക്കെയാണ് ഉള്ളത്. എന്താ ആ, പടക്കം പൊടിക്കുന്ന പോലെ അല്ലേ? ഓക്കെ ഓക്കെ. ആ, കാണിക്കണോ? ഓ, അതെ. ഓ, എന്റെ പേരെന്താ? ആ ഹാ ഹാ. ഇതൊരു ഞാലിപ്പൂവിന്റെ കൊല ഉണ്ടായി നിൽക്കുന്നതാണ്. വേറൊരു ഞാലിപ്പൂവിന്റെ കൂടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് നല്ല കളച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. മഴക്കാലത്ത് വരവേൽക്കാനാണ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ടാണ്. ഇവിടെ എത്ര വാഴ ഉണ്ടാവും? 500 വാഴ. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ 500 വാഴയാണുള്ളത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചീരയും തീറ്റപ്പുല്ലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ധാരാളം വെള്ളം ലഭിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ഇവിടെ നനയ്ക്കണതൊക്കെ എങ്ങനെയാ? ആ, സ്പ്രിംഗ്ലറിലാണ്. ഓക്കെ, ഞാനിവിടെ വെള്ളത്തിലിറങ്ങി അച്ഛൻ്റെ പിന്നാലെ പോവാണെന്ന്. എന്തൊക്കെയാ ആളുടെ പരിപാടി കാണാലോ. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ള? കപ്പത്തോണ്ട് വെള്ളല്ലേ? കപ്പത്തോണ്ട് വെള്ളം, കനാൽ വെള്ളം. എനിക്കറിയില്ല. ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴേക്ക് ഇവിടെ വരാറുണ്ട് കുറേയൊക്കെ. ഇപ്പൊ വരവ് കുറവാ. आप कहाँ से हो? आप कहाँ से हो? उड़ीसा. नाम क्या है? ഓക്കെ. കപ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പഴുത്തൊന്നുമില്ല അല്ലേ? വേറെ എവിടെയും പഴുത്ത് കിട്ടാവോ കഴിക്കാൻ? ഇതാവും. അതൊക്കെ പോച്ചോ. നേരത്തെ ഞാൻ ഇറങ്ങിയ തോടില്ലേ, അവിടെ ഉള്ള പാലാണ്. തോടിലാണ് നേരത്തെ ഇറങ്ങി. വന്ന് നിൽക്കുന്നത് ജൈവവളമാണ്. ചെക്കടാ, അതിൻ്റെ അടുത്ത് ജാതിക്ക് വറുക്കാൻ വന്നേക്കാട്ടോ. കോവൽത്തോട്ടത്തേക്ക് പോവാം നമുക്ക്. എങ്ങനെയാ പോവാ? ഈ വഴിയാ? ആ, ഇത് സ്പ്രിംഗ്ലറിന്റെ ഈ പൈപ്പൊക്കെ.
ശ്രദ്ധിച്ചു പറയാം. ഇതൊക്കെ പയറാ? ഇത് കോല് കുത്തി വെച്ചാണ് പടരാനായിട്ട് അല്ലേ? ഇത് വെണ്ടക്കായാണ് ഒക്കെ പയറിന്. ഓക്കെ, ഇവിടെ വെച്ച് പയറാണ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ കൊള്ളാലോ. പുതിയ പന്തലാണ് ഇതില് സ്പ്രിംഗ്ലർ വെച്ചാണല്ലേ? സ്പ്രിംഗ്ലർ വെച്ചത് നമ്മുടെ മിസ്റ്റ് പോലെ വരുന്ന സ്പ്രിംഗ്ലർ. അതായത് ഇങ്ങനെ അല്ല, ഏറ്റവും പൊടിയായിട്ട് വരുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മുടെ കോവൽ പന്തലാണ്. 5 സെന്റ് സ്ഥലത്തോളം നമ്മൾ കോവൽ കോവലിന്റെ വള്ളികൾ നമ്മൾ പാലിട്ടുണ്ട്. കഴിഞ്ഞ മുളച്ച് പൊടിഞ്ഞ് പൂവെല്ലാം വീഴുന്നുണ്ട്. കോവലിന്റെ വള്ളി ശ്രദ്ധിക്കണം. കോവലിന്റെ വള്ളികൾ കയറി തുടങ്ങി ഒരു 45 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഈ പന്തൽ മൊത്തം കോവലമായിട്ട് ഇങ്ങനെ മാറും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇടവേളയായിട്ട് ഇതിലൊരു 45 ദിവസത്തെ കൃഷി വേറെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാം. ചീര ഇത് 5ാമത്തെ ദിവസമാണ് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ ദിവസമാണ്. 5ാമത്തെ ദിവസത്തില് ഇന്ന് നമ്മള് രാവിലെ തന്നെ ഗോമൂത്രം, മണിക്കുട്ടിയുടെ ശുദ്ധമായിട്ടുള്ള നാടൻ പശുവിന്റെ ഗോമൂത്രം വെള്ളം ചേർത്ത് തളിച്ചു കൊടുത്തു. ഇനി 10ാമത്തെ ദിവസം കൂടി തെളിച്ചു കൊടുക്കും. വേറെ കീടനാശിനികളൊന്നും തന്നെ ഇതിൽ പ്രയോഗിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു കൃഷിയാണ്. പിന്നെ പോരാത്തിന് മഴ അങ്ങനെ വിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സ്പ്രിംഗ്ലർ ഒന്ന് വിട്ടു. കാരണം ചീരയ്ക്ക് എപ്പോഴും നല്ല തണുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും രാവിലെ തന്നെ സ്പ്രിംഗ്ലർ വിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്തെ സൈഡുണ്ട് വെണ്ട, അതുപോലെ തന്നെ തന്മത്ത, എല്ലാ സാധനങ്ങളും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. മുളച്ച് വരുന്നത്. അതുപോലെ തന്നെ റോബസ്റ്റ നമ്മൾ പുതിയ റോബസ്റ്റയാണ് ചെയ്തിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള റോബസ്റ്റക്കായ. അത് ഇവിടെ ഈ സൈഡ് മൊത്തം അതിന്റെ ടിഷ്യൂ കൾച്ചർ തൈകളാണ്. അപ്പൊ അത് വളർത്തതിന് ശേഷം നമ്മള് നട്ടേക്കുന്നത്. അപ്പൊ ഇനി അത് കുറച്ചായിട്ട് പടർന്നു. അത് ആറ്റം ഒരു വൈകുന്നേരവാഴ അങ്ങനെയൊക്കെയാണ്. ഈ സിസ്റ്റം ഇഷ്ടപ്പെട്ടാ? ഇവിടെ ഫുൾ ഷെഡ്യൂളാണ്. മറ്റേ പരിപാടി കഴിയാണ്ട് മേടിക്കുന്നുണ്ടാവില്ല. നാളെ തൊട്ട് ഫുൾ പരിപാടിയാ. ഞാനേ അത് കൊടുക്കാം. ഇവിടുത്തെ നമ്മുടെ ആട്ടിൻകൂടിൻ്റെയും കോഴിക്കോടിൻ്റെയും ഒക്കെ പണി നടക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആട്ടിൻകൂട്. ഫുള്ളായിട്ടില്ല, ഇതും കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.